കേരള ക്രിക്കറ്റ് ടീം വൈസ് ക്യാപ്റ്റനും കൊട്ടാരക്കര സ്വദേശിയുമായ വി.എ. ജഗദീഷ് ഇന്ത്യൻ എ ടീമിൽ. ജഗദീഷ് അടക്കം 3 മലയാളികളാണ് ന്യൂസിലൻഡിനെതിരായ മത്സരങ്ങൾക്കുള്ള ടീമിൽ സ്ഥാനം പിടിച്ചത്. കേരള ക്യാപ്റ്റൻ സച്ചിൻ ബേബി, സഞ്ജു വി സാംസൺ എന്നിവരാണ് മറ്റു 2 പേർ. ഈ സീസണിൽ രഞ്ജിയിലും KSCA ട്രോഫി ടൂർണമെന്റിലും നടത്തിയ സ്ഥിരതയാർന്ന പ്രകടനമാണ് വാസുദേവൻ അരുന്ധതി ജഗദീഷ് എന്ന 30-കാരൻ ജഗദീഷിന് ഇന്ത്യൻ എ ടീമിലേക്ക് വഴി തുറന്നത്. സീസണിൽ അടുപ്പിച്ച 3 സെഞ്ചുറികൾ നേടിയ ജഗദീഷ് ഈ മാസം ആദ്യം മൈസൂരിൽ നടന്ന സാഫി ദരാക്ഷത് ട്രോഫി ചതുർദിന ക്രിക്കറ്റിൽ ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ 11 251 റൺസ് നേടി പുറത്താകാതെ നിന്നിരുന്നു. ന്യൂസിലൻഡിനെതിരായ ത്രിദിന ചതുർദിന മത്സരങ്ങളിലാണ് ജഗദീഷ് കളിക്കുക. കൊട്ടാരക്കര നീലേശ്വരം സ്വദേശിയായ ജഗദീഷ് അടുപ്പക്കാർക്കിടയിൽ ജഗ്ഗുവാണ്. കൊട്ടാരക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിലെ പരിമിതമായ സൌകര്യങ്ങളിൽ കളി പഠിച്ച ജഗദീഷ് കേരളത്തിനു വേണ്ടി 39 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ കളിച്ച് 2212 റൺസ് നേടിയിട്ടുണ്ട്. 35.96 ആണ് ബാറ്റിംഗ് ശരാശരി. വലങ്കയ്യൻ ബാറ്റ്സ്മാനും മീഡിയം പേസറുമായ ഈ ഓൾറൌണ്ടർ സ്ഥിരതയാർന്ന പ്രകടനത്തിലൂടെ ഒടുവിൽ ഇന്ത്യയുടെ എ ടീമിൽ എത്തിയിരിക്കുന്നു. ഏറെക്കാലം നീണ്ട പ്രയത്നത്തിലൂടെ ഈ ചെറുപ്പക്കാരൻ കിഴക്കൻ മേഖലയിലെ കായിക പ്രേമികളുടെ അഭിമാനമായി കഴിഞ്ഞു. മികവും സ്ഥിരതയും നിലനിർത്തിയാൽ ഇന്ത്യൻ ക്യാപ്പ് എന്ന നേട്ടമാണ് ജഗ്ഗുവിനെ കാത്തിരിക്കുന്നത്. വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഈ നേട്ടമെന്ന് ജഗദീഷ് ചാനൽ ലൈവിനോട് പ്രതികരിച്ചു. തീർച്ചയായിട്ടും ഇത്രയും നാളത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമായിരിക്കണം ഈ ഒരു കിട്ടിയിരിക്കുന്നത് ഇന്ത്യ എ ടീം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഭയങ്കരമായ സന്തോഷം നമ്മൾ പിഴക്കട്ടതിന്റെ ഒരു റിസൾട്ട് കിട്ടിയത്. ന്യൂസിലൻഡിലേക്കുള്ള പര്യടനമാണോ അതോ അവരുടെ ഇന്ത്യൻ സന്ദർശനമാണോ എന്ന് ഇതുവരെ ഉറപ്പായിട്ടില്ല. ഏതു സാഹചര്യത്തിലും മെച്ചപ്പെട്ട പ്രകടനം നടത്തുകയാണ് ലക്ഷ്യമെന്നും ജഗദീഷ് പറഞ്ഞു. ഇല്ല, ഇപ്പൊ നോർമലി ഇപ്പം ന്യൂസിലാൻഡ് ഇങ്ങോട്ടാണ് വരുന്നതാണ് എന്റെ തോന്നല്. ഇതുവരെ ഷെഡ്യൂളോ ഇനിയോ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. തീർച്ചയായിട്ടും നമ്മൾ പക്ഷെ അത്യാവശ്യം ഇപ്പം ഇന്ത്യൻ ഇപ്പൊ ബാംഗ്ലൂരിൽ നമ്മൾക്ക് ഒരു മാസം ഒരു ക്യാമ്പിലുണ്ടായിരുന്നു. ക്യാമ്പ് ഇപ്പൊ KSCA ട്രോഫി മുമ്പായിട്ട് ക്യാമ്പ് ബാംഗ്ലൂരായിരുന്നു. ഏകദേശം നമ്മുടെ ഒരു ഫാസ്റ്റ് പിച്ച് തന്നെയാണ് നമ്മളിപ്പം ഇന്ത്യയെ പല സ്ഥലത്തും കിട്ടുന്നുണ്ട്. പല ഗ്രൗണ്ടുകളിലും അത് കിട്ടുന്നുണ്ട്. കണ്ടീഷനും ഇപ്പൊ അത്യാവശ്യം നല്ലോണം വെളിനാട്ടുകൾ പോലുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രൊഫഷൻ തന്നെ കൊണ്ടുപോവുക, കുറച്ചുകൂടെ എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ നോക്കുക മാക്സിമം. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്പ് അടുത്തു തന്നെ പ്രതീക്ഷയുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കൂടാതെ നമ്മൾ അതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. നമുക്കിപ്പം പറ്റാവുന്ന നമുക്ക് കിട്ടിയ അവസരങ്ങൾ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നതാണ്. അതിനുവേണ്ടി ഉള്ള വർക്ക് തുടരുക, ചെയ്യാൻ സാധിക്കട്ടെ. നല്ലവർ. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത.